പോലെ ഒരു മൂന്നാം ലോകമഹായുദ്ധം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളിപ്പോ അത് പറയുമ്പോൾ ആൾക്കാർ പറയും ഇയാൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാം ലോകമായുദ്ധം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യും. പക്ഷെ നമ്മളിപ്പോ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ അല്ലെങ്കിൽ കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, ആയുധങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും ഒരു കരുതലോട്ട് മുന്നോട്ട് പോകും. അത് പല യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ യുവജനങ്ങൾക്കും മറ്റു പലർക്കും ഈ പറയുന്ന പോലെ ആയുധ പരിശീലനം നടക്കുന്നു, സൈനിക പരിശീലനം നടക്കുന്നു, ബങ്കറുകൾ അല്ലെങ്കിൽ ഈ മോക്ക് ഡ്രിൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിച്ചിട്ട് പരിശീലിപ്പിക്കുന്നു. അപ്പൊ ഈ രാജ്യങ്ങൾ എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിലും ഉണ്ടായാൽ ആ രാജ്യത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആയുധങ്ങളും അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള മാനസികാവസ്ഥയിലുള്ള ജനങ്ങളെയും വാർത്തെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധമോ എന്നൊക്കെ ചോദിച്ചത്. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ എല്ലാ യുദ്ധങ്ങളും നിർത്തും. അയാൾ വന്നതിന് ശേഷം യുദ്ധത്തോടെ യുദ്ധമാണ്. പുടിന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ പുടിനെ വരട്ടി നോക്കി, പലവട്ടം വരട്ടി നോക്കി, പല യാടകളും നോക്കി, പല താരിപ്പുകളും നോക്കി. പുടിൻ പറഞ്ഞു പോടാ എന്റെ പുല്ല് എന്നുള്ള രീതിയിൽ പുടിൻ ആവശ്യത്തിന് മാത്രം മറുപടി പറയുന്നു.